ഇപ്പൊ നീ എന്നെ ചെയ്തോണ്ടിരിക്കുക? ഇതാണോ? എന്താ പുച്ഛത്തോട് നോക്കിട്ട് പോന്നേ? എടാ, ഇനി മുതൽ തോക്ക ബോംബ് ഇതൊന്നും പേടിപ്പെടുത്തുന്നില്ല. നീ ഒരിക്കലും ജഡ്ജിയെ വെടിവെച്ച് കൊല്ലുകയില്ല. ആവശ്യമില്ല പേടിച്ച് ഞാനെന്തിനു ചാവണം? ബോറടിച്ച് പോയടാ, പോടാ. മച്ചാ, നീ നോക്കിയിരുന്നു. ഇനിയും ഒരു ദിവസത്തിനുള്ളിൽ ആ ജഡ്ജിനെ കൊന്നില്ലെങ്കിൽ പിന്നെ നീ കൊല്ലുമെന്ന് ഉറപ്പല്ലേ? എന്താ പാല് പിടിക്കാം. അയാൾ ആ റൂമിലുണ്ട്. പോയി നെറ്റിക്കിട്ടൊരു വെടി വെച്ചിട്ട് പാല് വായിലൊഴിച്ചേച്ചു വാ. എല്ലാവരും വന്നതിന് ശേഷം ഞാൻ വരാം. എന്താ എന്നും അവൻ വരട്ടി ഞാൻ പേടിക്കും. ഇന്ന് ഞാൻ വരട്ടിയപ്പോ അവൻ പേടിച്ച് തലകുനിച്ച് പോയല്ലോ. അപ്പൊ ഇന്ന് മുതൽ അവനെ എങ്ങനെ ഇല്ല, ഇവൻ പേടിച്ചിട്ടില്ല. ഇവന്റെ അറസ്റ്റാ. നമ്മുടെ ഊഹം തെറ്റിപ്പോയി. അവരുടെ മേത്തി വീഴരുത്. അവരെ ചുറ്റി തന്നെ കളിക്കണം. ഓക്കെ? ഇത് എന്ത് ഗെയിമാണ്? ഇത് ഇന്റലിജന്റ് ഗെയിമാണ്. നിറയെ സമ്മാനമുണ്ട്. ഞാൻ പോയെടുത്തിട്ട് വരാം. ഷാരുടെ ലൈറ്റ് ഓഫ് ആവുന്നു, അവരൗട്ട്. ഓക്കെ? ഷൂട്ട് ഷൂട്ട്. എന്താ ഇവിടെ എല്ലാരും ഈ സമയത്തോ? പോയി കിടന്നുറങ്ങ. ആ ചെല്ലേ. ലൈറ്റ് ഓഫ് ചെയ്യടാ. ഇത് നിന്റെ ജോലിയല്ല, മര്യാദയ്ക്ക് വെളിയിൽ പോ. നിന്നെ കൊണ്ട് പറ്റിയല്ലോ, അപ്പൊ ഞാൻ കൊല്ലാം. എങ്ങനെ നോക്ക്. വേണ്ടത് പറഞ്ഞല്ലേ? നിന്നെ ഞാൻ എന്താടാ? ഇനി ഒരു തവണ കൂടെ ജഡ്ജിനെ കൊല്ലാൻ ആളെ അയച്ചവനെ ഞാൻ മുകളിലേക്ക് അയക്കും. അയാളെ നീയോ കൊല്ലില്ല, ഞങ്ങളെയും കൊല്ലാൻ സമ്മതിക്കില്ലേ? എന്താ കോടിക്കണക്കിന് പണം വാങ്ങിയത് മറന്നുപോയോ? ഞാൻ വാങ്ങിയിട്ടില്ല. ഓ, ഇപ്പൊ അങ്ങനെയാണോ? ശരി, നീ വാങ്ങിയില്ലല്ലോ, അപ്പൊ വിട്ടേക്ക്, ഞങ്ങൾ കൊല്ലാൻ സമ്മതിക്കില്ല. നീ ആരോട് സംസാരിക്കുന്നേ? അപ്പനാണ് എന്ന് മറന്നുപോയോ? അത് ഓർത്തോണ്ടാ നീ ജീവനോട്. അവനോട് പോയി അപ്പന്റെ സ്നേഹത്തെ പറ്റി സംസാരിക്കുന്നോ? അച്ഛനെ കൊന്നവരല്ല ഇവൻ അങ്ങനെ സംസാരിക്കൂ. ഇല്ല, സ്വന്തം അച്ഛനെ ആരും കൊല്ലാതിരിക്കാനാ ഇപ്പോഴും സംസാരിക്കുന്നത്. ഓ, അവനാണോ നിന്റെ അച്ഛൻ? വെരി ഗുഡ്. ഇപ്പൊ പറയുന്നു, അവസാനമായി പറയുന്നു, മര്യാദയ്ക്ക് പൊയ്ക്കോ. അത് തന്നെയാ ഞാൻ നിങ്ങളോടും പറയുന്നത്. ഈ പണി വിട്ട് മര്യാദയ്ക്ക് ഒതുങ്ങിക്കോ. അതാ എല്ലാവർക്കും നല്ലത്. അഡ്വൈസ് മാറിപ്പോയില്ല നീ. നമ്മളെല്ലാം മാറിയ അടുത്ത നിമിഷം നമ്മൾ ഉണ്ടാവില്ല. അതാണ് ഈ ജോലിയുടെ സ്പെഷ്യാലിറ്റി. നിങ്ങളെക്കാൾ ഈ ജോലി എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് എന്റെ അപ്പനോട് ഇതെല്ലാം നിർത്താൻ പറയുന്നു. എന്താ നോക്കിക്കുന്ന? കൊല്ലടാ അവനെ.
കൊല്ലടാ, എന്നെ കൊല്ല്. നിന്നെ വളർത്തിയതിന് ശിക്ഷ വേണ്ടേ? ആദ്യം എന്നെ കൊല്ല്. കൊല്ലടാ. എന്താ, സ്വന്തമാണോ അല്ലയോ എന്ന് ആലോചിക്കണോ? ഇല്ല, നല്ലവനാണോ അല്ലയോ എന്ന് ആലോചിക്കുവോ? ഓ, നിന്റെ അച്ഛൻ നല്ലവനാ. നീ നല്ലവനാ, പക്ഷെ ഞാൻ കെട്ടവനാ, വളരെ കെട്ടവൻ. മനസ്സിൽ വെച്ചു. നിക്കടാ, ഇപ്പൊ പറയുവാ. ആ ജഡ്ജിയെ മാത്രമല്ല നിന്നെയും ചേർത്ത് 2 ദിവസത്തിനുള്ളിൽ കൊന്നില്ലെങ്കിൽ ഞാൻ ഇബ്രാഹിം റാവുത്തർ അല്ലടാ. എന്താ, പേര് മാറ്റാൻ പോവാണോ? നിങ്ങൾക്കത് ഈസിയാ. 1 2 3 Happy birthday to you. എന്നോട് പിണങ്ങല്ലേ മോളെ, ഞാൻ എത്ര പറഞ്ഞിട്ട് അവര് കേട്ടില്ല. നമ്മളെല്ലാം ഒന്നിച്ചാഘോഷിക്കാൻ വന്നതാ. പഴയതൊക്കെ ആലോചിച്ചിരുന്ന എങ്ങനെയാ? പിറന്നാളിന് നിന്റെ അമ്മ പോയെന്ന് കരുതി ഇനി എത്ര വർഷം ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കും? ശരി ആൻറ്റി, ആൻറ്റി വിഷമിച്ച് ഞങ്ങൾ എങ്ങനെ ഹാപ്പിയാവും? പ്ലീസ് ആൻറ്റി, വന്ന് കേക്ക് കട്ട് ചെയ്യാ ആൻറ്റി. പറഞ്ഞു തന്നൊക്കെ ഓർമ്മയുണ്ടോ? മറക്കാൻ പറ്റുമോ? എന്റെ ജീവിതം തന്നെ അതിലായിരിക്കുന്നേ. ഒരിക്കലും മറക്കില്ല സാർ. ഡേ വാടാ. എല്ലാരും മുകളിലോട്ട് വാ. ശരി, എന്തു പറയുന്നേ? പറയൂ, കേക്കട്ടെ. ആദ്യം വരുന്ന ഒരുത്തൻ, നേരിൽ കണ്ട ആളെ അറിയാം. എന്നെ ഒരു മുറിക്കകത്ത് കെട്ടിയിട്ടിട്ട് എന്റെ അളിയൻ ബാനർജി, പാവം ബാനർജി, അയ്യോ ഭാവി, അവന് തോക്ക് കാണിച്ച് വരട്ടിയിട്ട് എന്നെ പോലെ വേഷം കെട്ടിയിട്ട് ജഡ്ജിന്റെ വീട്ടിലേക്ക് പോയി. അവിടെ എന്തിനാടാ നീ പോയെ? ഇത് അവര് ജഡ്ജിയെ ഇല്ലാതാക്കാനാ. ഇത് ഞാൻ ഇതെവിടെ വെച്ച് ചോദിച്ചാലും പറയോടാ. ഇത് അവര്, ദൈവത്തിനാണ് സത്യം, ഇത് എവിടെ വെച്ച് ചോദിച്ചാലും പറയും. ഇത് ഞാൻ ഇവിടെ പോയി പറയും. ഡേയ് മുരുക, മുങ്ങിയ കൊന്നുകളയുന്നു ഞാൻ. സാർ സാർ നോക്കിക്കോ, ഞാൻ കലക്കുന്നത് നോക്കിക്കോ. അവൻ രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു. ദേ അവൻ പോയി, ദേ പോയി, അവൻ ദേ ഓടി പോകുന്നു. ചെല്ല്, ഓടിച്ചെല്ല്. എന്താപ്പാ, ആരായാലും ജാഗ്രതയോടെ ഇരിക്കണമെന്ന് പറഞ്ഞു തന്നത് നിങ്ങളല്ലേ? ഇങ്ങനെ അടികിട്ടിരിക്കുന്നല്ലോ. അവൻ കള്ളത്തരത്തിന്റെ ഉസ്താദാ. നേരത്തെ തന്നെ കായംകുളത്തൊരു തുണിക്കടക്കാരന് വേല വെച്ചിട്ട് രക്ഷപ്പെട്ട് കൽക്കട്ടയിൽ വന്നവൻ. അവനെ കൊടുക്കി പോലീസ് സ്റ്റേഷനിൽ വിട്ട് അവൻ പോവോ? പറ്റിച്ചു വല്ല പൊള്ളാച്ചിക്കും പോയി കാണും. ഇപ്പോഴൊന്ന് പറയാം, നിങ്ങളുള്ള അടുപ്പം വെച്ചിട്ട് പറയൂ, വിട്ടേക്ക്. എൻ്റെ അച്ഛന് മാത്രമല്ല, എല്ലാരും വിട്ടേക്ക്. പണം തിരിച്ചു തന്നാ എല്ലാം കഴിഞ്ഞോ? ഇതിന്റെ 100 ഇരട്ടി ചോദിച്ചാലും ഞാൻ നിങ്ങൾക്ക് തരാം. ആ ജഡ്ജിനെ കൊല്ലാൻ വേണ്ടി ആദവനെ ജഡ്ജിൽ നിന്ന് പിരിക്കണം, അത്രയല്ലേ ഉള്ളൂ. അതിനൊരു തുറുപ്പ് ചീട്ട് മാത്രം പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചിട്ട് കാര്യമില്ല. ചീട്ടുകെട്ട് മുഴുവനായും അയക്കണം. പോലീസിന് ഫോൺ ചെയ്യടാ. പോലീസിനോ? അതെ, നിങ്ങൾ മൊത്തമായി സ്റ്റേഷനിലേക്ക് പോയിക്കോ. നിങ്ങൾ ആരാന്ന് പറയേ, ടെൽ ദം എവരിതിങ്. അപ്പൊ പോലീസ് എവിടെ പോകും? വരും, നിങ്ങളുടെ അടുത്തേക്ക് ആദവൻ വരും. ജയിലിനുള്ളിലേക്ക് അവനെ തള്ളിവിട്. വെളിയിൽ ഞാൻ ജഡ്ജിനെ കൊല്ലാം. നാളെ വിചാരണ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതിനായി ആ ജഡ്ജ് ജീവനോടെ ഉണ്ടാവാൻ പാടില്ല.